നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? സിമ്പിൾ ആണ് ചേച്ചി. സംഭവം നമ്മളെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ ഒന്നല്ല 2 ഗിഫ്റ്റ് കിട്ടും. നീ സൈക്കിളിൽ നിന്ന് വീണ ബ്രോ. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇന്ന് നാടിന്റെ മുഴുവൻ നൊമ്പരമായിട്ട് നിൽക്കുന്ന അർഷിദ് എന്ന് പറയുന്ന 1.5 വയസ്സുകാരൻ. രണ്ടാനച്ഛന്റെയും അമ്മയുടെയും ക്രൂരതയ്ക്ക് ഇരയായ പാവം പൊന്നോമന. ഈ ലോകത്തിന്റെ നിറം മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ആ പൊന്നോമനയെ പറഞ്ഞയച്ചു ഈ കൊടും ക്രൂരനും അമ്മയും കൂടി. ഇവളെ അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും വൃത്തികെട്ട സാധനമാണ്. ഇവളെ അമ്മയെന്ന ആ പരിപാവനമായിട്ടുള്ള പേര് വിളിക്കാൻ പറ്റത്തില്ല. നിനക്ക് വേണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ ഒരു കുഞ്ഞിന് വേണ്ടി ഈ ലോകത്ത് കൊതിച്ച് ജീവിക്കുന്ന, പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് വേണ്ട, അതൊന്നും വേണ്ട. അമ്മത്തൊട്ടിലുണ്ടായിരുന്നു. എത്രയോ സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാന് സർക്കാരിന്റെ തന്നെ പദ്ധതിയായ അമ്മത്തൊട്ടിലും അനാഥാലയങ്ങളും ഉണ്ടായിരുന്നു. എടി ഡാഷ് മോളെ, നിനക്ക് ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നു എങ്കിൽ ഈ കുഞ്ഞിനെ നിനക്ക് ഏതെങ്കിലും അമ്മത്തൊട്ടിലിൽ കൊണ്ട് കൊടുക്കാമായിരുന്നല്ലോ. അതും അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിന്റെ വാതിൽക്കൽ കൊണ്ട് വെക്കാമായിരുന്നല്ലോ. നീ ഇതൊന്നും ചെയ്തില്ല. നിന്റെ 2ാം കെട്ടുകാരന്റെ കടി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പൊന്നോമനെ ഇട്ട് കൊടുക്കണമായിരുന്നോ? നിനക്ക് അമ്മയെന്ന പേര് നിനക്ക് ചേരില്ല. അമ്മയെന്നല്ല, ഒരു സ്ത്രീ എന്നുള്ള ഒരു പേര് പോലും നിനക്ക് ചേരില്ല. നിന്നെ വിളിക്കാൻ കൊള്ളത്തില്ല. അത്രയ്ക്കും വൃത്തികെട്ട, വൃത്തിഹീനമായിട്ടുള്ള ഒരു ജന്തു. അതാണ് നീ ഇപ്പോൾ. എത്രയോ പേര് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചും നേർച്ച നോറ്റുമൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പ് ഹരിപ്പാട് ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ സംഭവം. ഈ ഒരു സംഭവം പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചതാണ്. ചേച്ചി, എനിക്ക് ആ കുഞ്ഞിനെ എടുക്കാണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ചേച്ചിക്ക് മക്കളില്ല, 40 വയസ്സുണ്ട് എൻ്റെ ചേച്ചിക്ക്. അവരൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് 3 വർഷമായിട്ട് അമ്മത്തൊട്ടിലിൽ അപേക്ഷ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. 3 വർഷമായിട്ട് അവർ അപേക്ഷ വെച്ചിട്ടിരിക്കുകയാണ് അമ്മത്തൊട്ടിൽ നിന്നും കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുവരെ അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചാൽ എനിക്ക് അയച്ച ഒരു മെസ്സേജാണിത്. എത്രയോ പേര് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച്, ആരുടെയെങ്കിലും മതി ഒരു കുഞ്ഞിനെ ലാളിക്കാൻ, താലോലിച്ച് വളർത്താൻ, അങ്ങനെ ഒരു കുഞ്ഞിനെ വേണം എന്ന് ആഗ്രഹിച്ച് കഴിയുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട്. അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കൽ കൊണ്ട് വെക്കാമായിരുന്നു. അതല്ലെങ്കിൽ അനാഥാലയത്തിൻ്റെ വാതിൽക്കൽ കൊണ്ട് കൊടുക്കാം. വേണ്ട, പോലീസ് സ്റ്റേഷൻ്റെ വാതിൽക്കൽ കൊണ്ട് കൊടുക്കാം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താൽ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും അവർ വേണ്ട നടപടി ചെയ്യും. എത്രയോ മാർഗങ്ങളുണ്ടായിരുന്നു, എത്രയോ മാർഗങ്ങൾ. നിനക്ക് വേണ്ട. 1 മാസം മുമ്പാണ് ഇവൾ ഈ കുഞ്ഞിനെ ഇതിൻ്റെ അമ്മമ്മയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നത്. 1 മാസം മുമ്പ്. ആ 1 മാസത്തിനിടയ്ക്ക് ഇപ്പം നമ്മൾ കണ്ട ഈ വീഡിയോയിൽ ഈ കുഞ്ഞിൻ്റെ 2 കൈക്കും ക്ഷതമേറ്റ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. 1.5 വയസ്സുകാരന്. ഈ 1.5 വയസ്സിനിടയ്ക്ക് ആ കുഞ്ഞ് എന്തുമാത്രം പീഡനങ്ങൾ അനുഭവിച്ചു, എത്രത്തോളം മുറിവുകൾ. ഈ ഒരു പിഞ്ച് ശരീരത്തിൽ നമുക്കൊന്നും അളക്കാൻ പറ്റാത്ത അത്രയും പാടുകളായിരുന്നു, മുറിവുകളായിരുന്നു. അത്രയ്ക്ക് സിഗരറ്റ് വെച്ചിട്ട് മുറിവ് ഏൽപ്പിച്ചിരിക്കുകയാണ്, പൊള്ളലേൽപ്പിച്ചിരിക്കുകയാണ്. എത്ര വയസ്സുണ്ട്? 1.5 വയസ്സ്. 1.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ താഴെ വെക്കാതെ, തലയിൽ വെക്കാതെ കൊണ്ട് നടക്കുന്ന ആ ഒരു പരുവം ഒരു കുഞ്ഞിനെ, ദൈവമേ, നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു സംഭവം. ഇവളൊരു അമ്മയാണോ? എന്നിട്ട് ഇവളിൽ നിന്ന് മോങ്ങുന്ന കണ്ട് കണ്ണുനീരൊഴുക്കാൻ, ഈ കുഞ്ഞിൻ്റെ പേരിൽ കണ്ണുനീരൊഴുക്കാൻ ഒരു അർഹതയുമില്ലാത്തൊരു സ്ത്രീയാണ് നീ. ആ കുഞ്ഞിന് പകരം നീയൊക്കെ തന്നെയായിരുന്നു ഈ ലോകത്തു നിന്നും വിട പറയേണ്ടത്. ഈ ലോകത്ത് ജീവിക്കേണ്ടിയിരുന്ന ഒരു പൊന്നോമന തന്നെയായിരുന്നു ആ കുഞ്ഞ്. നല്ല തങ്കം പോലത്തെ ഒരു കുഞ്ഞ്. ആ ഒരു വീഡിയോയിൽ കാണുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത്, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ എപ്പോഴും ചിരിയായിരിക്കും, എപ്പോഴും ചിരിയും ഒക്കെ. ആ ഒരു നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ആ ഒരു മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ 2 കൈയും പ്ലാസ്റ്റർ ഇട്ട് നിൽക്കുന്ന ആ ഒരു വീഡിയോയിൽ കണ്ടില്ലേ? ആ ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷാദഭാവമാണ്. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മുഖമാണോ ഇങ്ങനെ ഇരിക്കുന്നത്? ആണോ? 1.5 വയസ്സുള്ള ഒരു കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ടായിരിക്കും ആ ഒരു കുഞ്ഞിരിക്കുന്നത്. കഷ്ടം. ദൈവമേ, ആർക്കും ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവളുടെ ഭർത്താവ് മരിച്ച് ഉടനെ കാമുകനുമായിട്ട് ഇവള് വാടക വീട്ടിലോട്ട് വന്നിക്കുക. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തായിരുന്ന കുഞ്ഞിനെ ഇവള് കൂട്ടിക്കൊണ്ട് വന്നു. വെച്ച് ഏറ്റവും വലിയ ക്രൂരനാണ് ഇവൻ. ഇവന്റെ ആദ്യ ഭാര്യ ആമിന എന്ന് പറയുന്ന കുട്ടിയോട് കൊടും ക്രൂരതയാണ് ചെയ്തിട്ടുള്ളത്. 13 മാസമായിട്ട് ആ കുട്ടി കോമയിലാണ്.
ആർക്കും പറയാൻ പറ്റാത്ത അത്ര രീതിയിൽ 21 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് ആമിന. ഇവന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ആ കുട്ടി ഏൽക്കുന്നത്. തലയ്ക്കും നടുവിനും ഒക്കെ ഒരുപാട് ഓട്ടോയിൽ നിന്ന് പിടിച്ച് തള്ളിയിട്ടു, അതുപോലെ തന്നെ കിണറ്റിൽ തള്ളിയിട്ടു. പല രീതിയിൽ ഇവൻ ഇല്ലാണ്ടാക്കാൻ നോക്കി ഇവന്റെ ആദ്യ ഭാര്യനെ. ഇവന്റെ കൂട്ടത്തിൽ ഇവന്റെ അമ്മയും സഹോദരിയും ഉണ്ടെന്നാണ് പറയുന്നത്. 13 മാസമാണ് കോമയിൽ ഉണ്ടായിരുന്നത് ആ കുട്ടി. ഇപ്പോഴും അത് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനാണ് ഇവനെന്ന്. ഇന്ന് ഇവൻ കുഞ്ഞിനെ കൊന്നു, നാളെ ഇവന്റെ ഇപ്പൊ 2ാമത്തെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഈ കുഞ്ഞിന്റെ അമ്മ ഇവന്റെ കൂടെ ഉണ്ട്. ഇതിനെക്കാട്ടിലും വലിയ ക്രൂരത അവൾ അനുഭവിക്കും. പക്ഷെ നമുക്ക് വിഷമം ഉണ്ടാവത്തില്ല. കാരണം ഈ കുഞ്ഞ് അനുഭവിച്ചതിനെക്കാട്ടിലും വലിയ ക്രൂരതയൊന്നും ഇല്ല ഈ ലോകത്ത്. അത്രയധികം ആ പിഞ്ച് ശരീരത്തിൽ, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ച് ശരീരത്തിൽ അത്രയേറെ പീഡനങ്ങൾ അനുഭവിച്ച്, അത്രയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് അവൻ മരണത്തിന് കീഴടങ്ങിയത്. സഹിക്കാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു, വേണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും എടുത്ത് പൊന്നുപോലെ ആ കുഞ്ഞിനെ വളർത്തിയേനെ. ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പം നമ്മൾ നിരന്തരം കേട്ട് വരുന്നത്. ഞാൻ പറയുന്നത് ഇപ്പം ഈ നശിച്ച സ്ത്രീയെ പോലെ മനസ്സുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെയുള്ള അവളുമാരുണ്ടെങ്കിൽ, നിനക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നീക്ക് ആർക്കെങ്കിലും ആ കുഞ്ഞിനെ ദാനം കൊടുത്തിട്ട് ഒന്നുകിൽ ഏതെങ്കിലും ഒരു ശിശുക്ഷേമ വകുപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ അമ്മ തൊട്ടിലോ അനാഥാലയത്തിലോ, അതുമല്ലെങ്കിൽ ആർക്കെങ്കിലും അയലത്തുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നീക്ക് ഇവൻ്റെയൊക്കെ കൂടെ പോവുക. ദയവ് ചെയ്ത് ഇതുപോലെയുള്ള കാട്ടാളന്മാർക്ക് എറിഞ്ഞു കൊടുക്കരുത് നീയൊക്കെ പെറ്റ് പ്രസവിച്ച കുഞ്ഞിനെ. 9 മാസം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് എന്തുമാത്രം കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ചിട്ടാണ് ആ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്, ആ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ്. പക്ഷെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇവളൊക്കെ അമ്മയാണോ? ഒരുപാട് മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചും കരഞ്ഞും യാചിച്ചും ജീവിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാതെ യാതൊരു മനുഷ്യത്വമില്ലാത്ത ഇതുപോലെ നീച സ്ത്രീകൾക്ക് എന്തിനീ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു എന്നാണ് ദൈവത്തോട് ചോദിച്ചു പോകുന്നത്. സത്യം ഇതിനെക്കുറിച്ചിട്ട് അധികം പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് മനസ്സുലയ്ക്കുന്ന വാക്കുകളാണ്. ഇപ്പം നമ്മൾ അടിക്കടി കേട്ട് വരുന്നത് ഇത് തന്നെയാണ്. പ്രസവിക്കുക, വലിച്ചെറിയുക, പ്രസവിക്കുക, കൊല്ലുക, ഇതൊക്കെ തന്നെയാണ്. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നറിയത്തില്ല. അത്രയ്ക്ക് വേദനയുണ്ട് ആ കുഞ്ഞിൻ്റെ. ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല ആ മുഖം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? സിമ്പിൾ ആണ് ചേച്ചി. സംഭവം നമ്മളെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ 1 2 ഗിഫ്റ്റ് കിട്ടും. നീ സൈക്കിളിൽ നിന്ന് വീണ ബ്രോ? മാമനാ? ഏത് മാമൻ? എങ്ങനെയൊന്നുമില്ല. ഒരു സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളെ അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ സംഭവം ഗിഫ്റ്റ് കിട്ടും. ഇപ്പം എന്റെ അക്കൗണ്ട് സ്കൈ ജെയിംസിന്റെ അക്കൗണ്ട് ഫോളോ, ഓക്കെ, നമ്മളെ ഏത് അക്കൗണ്ട്, ജിതിൻ പോകുന്ന അക്കൗണ്ടോ സ്കൈ ജെയിംസ് അക്കൗണ്ടോ ക്യാമേഴ്സ് അക്കൗണ്ടോ ഏത് അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടും. അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടും ഇപ്പോൾ ഫോളോ ആയാലും ഗിഫ്റ്റ് കിട്ടും. അടുത്ത നാളെ മറ്റന്നാൾ മണി ചലഞ്ച് ഇറങ്ങി വരും. ഇന്ന് മണി ചലഞ്ച്, ഗിഫ്റ്റ് ചലഞ്ചാണ്. ഗായ്സ് എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ഫോളോവർ ആണ്, സൂപ്പർ ഫോളോവർ ആണെങ്കിൽ നമുക്ക് സൂപ്പർ ഫോളോവർ ആണ് നോക്കാം. ഇതിൽ ഈ 2ാമത്തെ സ്പോൺസറിൻ്റെ അക്കൗണ്ട് ഫോളോ ആയിട്ടില്ല ഗായ്സ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാ അക്കൗണ്ടും ഇപ്പോൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഫോളോവേഴ്സിന് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പറയും ഗിഫ്റ്റ് കിട്ടും ഗായ്സ്. അപ്പോൾ നമ്മൾ എല്ലാ അക്കൗണ്ടും ഫോളോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. താങ്ക് യു. ചെറിയൊരു ഗിഫ്റ്റ് ആണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യാൻ പറയണം. എല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, പോയിട്ടോ.